നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവും വെജ് ആണോ നോൺ വെജ് ആണോ നല്ലത്, വെജിറ്റേറിയൻ ഫുഡിൽ പ്രോട്ടീൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ പ്രോട്ടീൻ ആയിട്ട് പനീർ മാത്രമാണോ, പിന്നെ നോൺ വെജ് കഴിക്കുന്നവർ പൊതുവെ ദേശക്കാരാണോ? ഇതെല്ലാം ഈ വീഡിയോയിലൂടെ വെജും നോൺ വെജും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയും അവസാനം ഇതിൽ ഏതാണ് നല്ലതെന്നും ഈ വീഡിയോയിലൂടെ പറയുന്നതാണ്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി കാണുക. നമ്മളുടെ ഇന്ത്യയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻസ് ഉള്ളത്. ഏകദേശം 38% വെജിറ്റേറിയൻസും പിന്നെ ബാക്കി നോൺ വെജിറ്റേറിയൻസും ആണ്. ഇതിൽ നിന്നും മാറി നിൽക്കുന്നവരാണ് വീഗൻസ്. അവർ ആനിമൽ ഡിറൈവഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒന്നും കഴിക്കാറില്ല. ഇനി ഇതിൽ ഏത് ഡയറ്റിലാണ് ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻസും അതോടൊപ്പം തന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സും ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വെജും നോൺ വെജും തമ്മിലുള്ള ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സിനെ കമ്പയർ ചെയ്ത് നോക്കാം. വെജിറ്റേറിയൻ കഴിക്കുന്നവരിൽ വളരെയധികം ആന്റി ഓക്സിഡൻസും അതോടൊപ്പം തന്നെ വൈറ്റമിൻസും ഫൈബറും ലഭിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും പ്രോട്ടീൻ ഉണ്ടാവില്ലേ എന്ന്. ഉദാഹരണത്തിന് നട്ട്സ്, സീഡ്സ്, ഡയറി പ്രോഡക്ട്സ്, സോയ് പ്രോഡക്ട്സ്, ദാൽ, പൾസസ്, ബീൻസ് ഇതെല്ലാം നിങ്ങൾക്ക് മാറ്റി മാറ്റി കഴിക്കാവുന്നതാണ്. എന്തെന്ന് വെച്ചാൽ പ്ലാന്റ് പ്രോട്ടീൻ സോഴ്സിൽ ചില എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് കമ്പൈൻ ചെയ്ത് കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് അമിനോ ആസിഡ്സ് ലഭിക്കും. അതുപോലെ തന്നെ നോൺ വെജ് കഴിക്കുന്നവർക്ക് പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് എഗ്ഗ്, ചിക്കൻ, ഫിഷ്, മീറ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ സോഴ്സ് ആണ്. അതോടൊപ്പം വൈറ്റമിൻ B12, അയൺ, സിങ്ക്, omega-3 ഫാറ്റി ആസിഡ്സ് ഇതെല്ലാം നിങ്ങളുടെ ബ്രെയിൻ ഹെൽത്തിനൊക്കെ വളരെയധികം നല്ലതാണ്. ഈ ഡയറ്റുകളുടെ ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് മാത്രമല്ല, ഇതിൽ എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ഹാർട്ട് ഹെൽത്തിനും വളരെ നല്ലതാണ്. നമ്മുടെ ക്യാൻസറിന്റെ റിസ്ക് കുറയ്ക്കുകയും ബ്ലഡ് പ്രഷർ കുറയ്ക്കുകയും ചെയ്യും. വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയാണ്. അതിന് നിങ്ങൾക്ക് ഡയറി പ്രോഡക്ട്സ്, എഗ്ഗ്, സപ്ലിമെന്റ്സിലൂടെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നോൺ വെജ് കഴിക്കുന്നവർക്ക് അവരുടെ മസിൽ ഡെവലപ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുകയും RBC പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുകയും ബോഡി സ്റ്റാമിന മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. നമ്മൾ ആദ്യം വീഡിയോയിൽ പറഞ്ഞതുപോലെ നോൺ വെജ് കഴിക്കുന്നവർക്ക് പൊതുവെ ദേഷ്യം കൂടുതലാണോ? ഇല്ല. കാരണം മീറ്റ് കഴിക്കുന്നവർക്ക് അവരുടെ ബ്രെയിനിൽ ഫീൽ ഗുഡ് ഹോർമോൺസ് ആയിട്ടുള്ള ഡോപ്പമിന്റെയും സെറോട്ടോണിന്റെയും പോലെയുള്ള ഹോർമോൺസിന്റെ അളവ് കൂടുകയും അതിലൂടെ അവർക്ക് കൂടുതൽ ഹാപ്പി ആയിരിക്കുകയും ചെയ്യും. പക്ഷേ നോൺ വെജ് കഴിക്കുന്നവർക്ക് അതിൻ്റെതായ നെഗറ്റീവ്സും ഉണ്ട്. നോൺ വെജ് കഴിക്കുന്നവർക്ക് ഷോർട്ട് ലൈഫ് സ്പാൻ ആയിരിക്കും. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ് ഇതുപോലെയുള്ള പല അസുഖങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും. റെഡ് മീറ്റും പ്രോസസ്ഡ് മീറ്റും ചില ക്യാൻസറുകൾ ഉണ്ടാക്കും. എസ്പെഷ്യലി കോളൻ ക്യാൻസർ ഉണ്ടാവാനായിട്ടുള്ള റിസ്ക് കൂടും. അതോടൊപ്പം റെഡ് മീറ്റോ പ്രോസസ്ഡ് മീറ്റ് കഴിക്കുന്നതിലൂടെ ഹാർട്ട് ഡിസീസ് കൂടാനുള്ള റിസ്ക് കൂടുകയും ചെയ്യും. കാരണം റെഡ് മീറ്റിൽ വളരെയധികം സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലാണ്. അതുകൊണ്ട് റെഡ് മീറ്റ് മോഡറേഷനിൽ കഴിക്കുക. ഇതെല്ലാമാണ് ഈ ഡയറ്റുകളുടെ ഹെൽത്ത് ബെനിഫിറ്റ്സും അതോടൊപ്പം തന്നെ ഇതിന്റെ നെഗറ്റീവ്സും. ഇനി എങ്ങനെയാണ് ഈ ഡയറ്റുകൾ എൻവയോൺമെന്റിനെ ബാധിക്കുന്നത്? ഈ ഡയറ്റുകൾ എൻവയോൺമെന്റിനെ ബാധിക്കും. നിങ്ങൾ വെജിറ്റേറിയൻ ഡയറ്റാണ് കഴിക്കുന്നതെങ്കിൽ അത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലം വേണ്ടി വരും. അതിനായി ഒരുപാട് മരങ്ങൾ മുറിക്കേണ്ടി വരും. അതുപോലെ തന്നെ നോൺ വെജ് കഴിക്കുന്നവർ കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ മൃഗങ്ങളെ വളർത്തുക, അവിടുത്തെ വെള്ളവും മണ്ണും നഷ്ടപ്പെടുക, മരങ്ങളെ മുറിക്കുക, മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ നദികളിലും അരുവികളിലും കളയുക. അതോടൊപ്പം പിന്നെ ഈ ആനിമൽസിലൂടെ ഗ്രീൻ ഹൗസ് എമിഷൻസും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൂടും. നിങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതിൽ ഏതാണ് നല്ലതെന്ന്. ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അതിന് നിങ്ങൾക്ക് ഡയറി പ്രോഡക്ട്സും എഗ്സും നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെന്റ്സും എടുക്കാവുന്നതാണ്. പിന്നെ നോൺ വെജ് കഴിക്കുന്നവർ നിങ്ങളുടെ ഡയറ്റിൽ വെജിറ്റബിൾസിന്റെ അളവ് കൂട്ടാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ നോൺ വെജ് ഫുഡിൽ ഫൈബറിന്റെ അളവ് വളരെയധികം കുറവാണ്. പിന്നെ റെഡ് മീറ്റ് കഴിക്കുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് കഴിക്കുക. എന്താന്ന് വെച്ചാൽ അതിൽ വളരെയധികം ഹെൽത്ത് റിസ്ക് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള നോൺ വെജ് ഐറ്റംസ് മോഡറേഷനിൽ കഴിക്കുക. നിങ്ങൾ വെജിറ്റേറിയൻ ആയാലും നോൺ വെജിറ്റേറിയൻ ആയാലും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ശരിയല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ഫാറ്റ് കൂടും. ബോഡി ഫാറ്റ് കുറയ്ക്കാൻ ആകെയുള്ള വഴി എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ചെയ്യുന്നതിലൂടെയാണ്. വെയിറ്റ് ലോസ് എങ്ങനെ ചെയ്യണം എന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്.